ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നയനെടുത്ത് മുത്തശ്ശൻ പറയേണ്ട മോളെ, ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, മോളുടെ ആരോഗ്യവും കൂടി നോക്കണം കേട്ടോ. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം മുത്തശ്ശ എന്ന് പറയണം. അങ്ങനെ നയനെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളൊരു കാര്യം ചെയ്യും, ആ ഡിസൈൻ എനിക്കൊന്ന് അയച്ചതാ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഞാനും ചെറിയൊരു കലാകാരനാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതെനിക്ക് പിന്നെ അറിയില്ല മുത്തശ്ശ നല്ലൊരു കലാകാരനാണെന്ന്. അന്നാ മോള് വരച്ച ഡിസൈനൊക്കെ ഒന്ന് വരച്ചതാ. ഞാൻ എൻ്റെ സജഷൻസ് മോളടുത്തും പറയാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ ഫോം വെക്കാണ്. ശേഷം നയനെ കുറച്ച് ഡിസൈൻ നമ്മൾ മാളവികക്കും അയച്ചു കൊടുക്കേണ്ടത്. മാളവികക്ക് അവിടെ കാണിക്കണമല്ലോ ഡിസൈൻ വരച്ചെന്ന് പറഞ്ഞിട്ട്. ആ ഡിസൈൻസ് എല്ലാം തന്നെ മാളവിക പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി പെട്ടെന്ന് ക്യാബിനിലേക്ക് വരുന്നത്. മാളവികയോട് ചോദിക്കേണ്ടത്, എന്താ ഡിസൈനൊക്കെ വരച്ചു സർ, എവിടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഡിസൈൻസ് ഒക്കെ നോക്കാണ്. ഓ സൂപ്പർ ആയിട്ടുണ്ട് മാളവിക, ആ കൈ ഒന്ന് തന്നെ എന്ന് പറയാണ്. മാളവിക കൈ കൊടുക്കുമ്പോൾ ആ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാൻ പോവാണ് അഭി. നിങ്ങൾ എന്ത് കാണിക്കണത്? അല്ല, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ഇത് ഓളിഞ്ഞോൾ എന്റെയാണ്. അഭിസാറിൻ്റെയോ? അഭിസാറിൻ്റെ എങ്ങനെയാവുന്നത് ഈ ജ്വല്ലറി? അതൊക്കെ ഉണ്ട്, അതൊന്നും നിന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്ന് പുറത്തു വരെ പോയാലോ? പുറത്തു വരെയോ? പുറത്തു പോകണത് എന്തിനാ സർ? സാറിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അപ്പം ഞാനായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല സർ എന്ന് പറയുമ്പോഴേക്കും അതൊന്നും ഒരു കുഴപ്പമില്ല. അതെ, നീ നല്ലൊരു ഡിസൈനറാണ്, നിനക്ക് പല ആവശ്യത്തിനും പുറത്ത് പോയിട്ട് കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും. അത് അത്ര മാത്രം അവർ അറിഞ്ഞാൽ മതി, ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അല്ല ഡേവിഡ് സാറോ? ഡേവിഡ് സാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നല്ലേ, അയാളെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും. നീ വാ മാളു എന്ന് പറഞ്ഞിട്ട് മാളവികനെ വിളിച്ചോണ്ട് പോവാട്ടോ. പോകുന്ന വഴിക്ക് മാളവിക ചോദിക്കണ്ടേ, അല്ല അഭിസാറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അഭിസാറിനെ എൻ ജ്വല്ലറി വല്ലാത്തൊരു ബഹുമാനം ആദരവൊക്കെ തരുന്നുണ്ട്. ഈ പറഞ്ഞ ഡേവിഡ് സാർ പോലും ഇടക്ക് അഭിനെ അഭിസാറേന്നാണ് വിളിക്കുന്നത്, ചിലപ്പോൾ മോനേന്ന് വിളിക്കും. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ശരിക്കും അഭിസാർ ഈ എൻ ജ്വല്ലറിയുടെ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പറയാനാണെങ്കിലേ ഈ ഡേവിഡ് സാറിനെക്കാളും എം ഡിനെക്കാളും തലപ്പത്തൊരാളുണ്ട്, അയാൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞാൻ വിചാരിച്ചോ. ഈ എൻ ജ്വല്ലറിയെ ആരെയൊക്കെ എവിടെയൊക്കെ നിയമിക്കണമെന്നും ആരെയൊക്കെ പറഞ്ഞേക്കാനുള്ള ആ ഒരു ഇതുപോലും എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ ജ്വല്ലറി എന്ന് പറഞ്ഞത് സാറിന്റെ എങ്ങാനുമാണോ? അതൊന്നും എനിക്ക് ഫുള്ളായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല മാളു. നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരേ മനസ്സായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്കിലും നമ്മൾ കുറച്ചുകൂടി അടുക്കാനുണ്ട്. അടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സത്യങ്ങളൊക്കെ മാളുവിനോട് പറയാം. അല്ലെങ്കിലും മാളൂനോട് എനിക്ക് സത്യങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ മാളവിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ, എൻ ജ്വല്ലറി എന്ന് വെച്ചാൽ എന്റെ തന്നെയാണ് എന്ന രീതിയിൽ വിചാരിച്ചോ എന്നൊക്കെ അഭി പറയാണ്. ഇത് കേൾക്കുന്ന മാളവികയ്ക്ക് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മാളവിക അതിനുശേഷം അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ ആദർശിന്റെ അടുത്തേക്കാട്ടോ. ആദർശിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറഞ്ഞ, അവൻ പറയണതിൽ കാര്യമുണ്ട് മാളവിക, അത് വേറൊന്നുമല്ല, ഈ എൻ ജ്വല്ലറി അവന്റെ അച്ഛന്റെയാണ്. അഭിയുടെ അച്ഛന്റെയോ? അതെ, നാഗേന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ഓ, അപ്പൊ ആ കിങ് ഓഫ് കോബ്ര എന്ന് പറഞ്ഞ നാഗേന്ദ്രൻ അല്ലേ? അതെ, അതാണ് അവൻ ഇങ്ങനെ എൻ ജിയുടെ വലിയ തലപ്പത്ത് നിൽക്കുന്ന പോലെ കാണിക്കണത്. അയാള് ബുദ്ധിമാന, ആദ്യം നവ്യനെ മോഡലായിട്ട് എടുത്തു, അതുവഴി അഭിക്ക് ജോലി കൊടുത്തു, അവിടെ നിർത്തി. അപ്പൊ ആരും സംശയിക്കില്ലല്ലോ. ഓ, അപ്പൊ നമ്മൾ അവസാനം ശത്രുവിന്റെ അടുത്ത് എത്തിയല്ലേ സർ? എത്തി. പിന്നെ അയാളിപ്പോ മുൻപിൽ വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടില്ല, അയാളിന് മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ മാളവികയുടെ പിന്നുള്ള അഭിനയം നിർത്താം എന്ന് പറയാണ്. അല്ല, മാളവിക ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നേരെ UK പോവാണോ? അതൊക്കെ ഹസ്ബൻഡിനെ അറിയുള്ളൂ സർ എന്ന് പറയാണ്. അല്ല, ഹസ്ബൻഡ് വരുന്നുണ്ട് അടുത്ത മാസം. ഞാനൊന്ന് കാണുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചാൽ മതി, അതിനെക്കുറിച്ചൊക്കെ ഹസ്ബൻഡിനെ അറിയുള്ളൂ എന്ന് മാളവിക പറയാണ്. ശരി, അതുവരെ മാളവിക അഭിയെടുത്ത് അടുക്കുന്ന പോലെയൊക്കെ കാണിച്ചോട്ടെ, അവരുടെ അടുത്ത് മാക്സിമം വിവരങ്ങൾ ചോർത്തണം. ഓ ആയിക്കോട്ടെ സർ എന്ന് മാളവികയും പറയണം. അതിനുശേഷം അഭിയെടുത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോനെ നിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം, നീയും മാളവികയും കുറച്ച് അധികം അടുക്കുന്നുണ്ട്, അത് അധികം അങ്ങോട്ട് അടുക്കണ്ട കേട്ടോ. കാരണം നിന്റെ ഭാര്യയാണ് നവ്യ, നിനക്ക് താല്പര്യമില്ലെങ്കിലും നിന്റെ ഭാര്യയാണല്ലോ, അവൾക്ക് നിന്നിലൊരു കുഞ്ഞുണ്ട്. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖം ആലോചിച്ച് നീ വേറെ ഒരു തെറ്റായ രീതിയിൽ പോവരുത് എന്ന് അച്ഛനെ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ സ്ഥാനത്ത് അയാൾ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏത് പെണ്ണിന്റെ അടുത്ത് വേണമെങ്കിൽ അവിഹിതം നടത്തിക്കോ, പക്ഷെ പിള്ളേര് അത് നവ്യടുത്തുള്ള കൊച്ചു മാത്രം മതി എന്ന രീതിയിലാണ് നാഗേന്ദ്രൻ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന അഭി പറയണ്ട, അയ്യോ അച്ഛനിക്ക് മാളവികയായിട്ട് ഒരു ബന്ധമില്ല, അവൾ നല്ലൊരു ഡിസൈനറാണ്, അവളെ മുതലെടുക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ വഴിവിട്ട ബന്ധമൊന്നും ഇല്ല അച്ഛാ. ചേട്ടന് ചെറിയൊരു വഴിവിട്ട ബന്ധമൊക്കെ ഉണ്ട് എന്ന് അവന്തിക പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടി എന്നൊക്കെ പറയണം. അപ്പൊ നാഗേന്ദ്രൻ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, എന്തായാലും ഈ കോമ്പറ്റീഷൻ നമ്മൾ ജയിച്ചിരിക്കണം. ദേച്ചാ, ഇത് മാളവിക വരച്ച ഡിസൈനാ, കൊള്ളാം, ഒന്നിനൊന്നും മെച്ചം, അടിപൊളി എന്ന് അവന്തികയും നാഗേന്ദ്രനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, അവൾ എന്തായാലും ഈ മത്സരത്തിൽ നമ്മളെ ജയിപ്പിക്കോച്ചാ, അത് ഉറപ്പാ എന്ന് പറയണം. അതേസമയം
നയനാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം അടിപൊളി ഡിസൈൻസ് ആയിട്ട് വരച്ചിട്ട് നമ്മുടെ മുത്തശ്ശന് അയച്ചു കൊടുത്തിരിക്കുക കേട്ടോ. മുത്തശ്ശി ആ ഡിസൈൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അവന്തിക വന്നിട്ട് അവന്തികയുടെ മനിയുടെ വിവാഹക്കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ഇവരെന്തൊക്കെയോ ചെയ്യുന്നത് നമ്മുടെ അവന്തിക ശ്രദ്ധിക്കുന്നുണ്ട്. അത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരു കാര്യം ഉറപ്പാണ്, അവന്തികക്ക് അറിയാം നമ്മുടെ മുത്തശ്ശനെ കുറേയേറെ നല്ല ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ അറിയാമെന്ന്. മുത്തശ്ശന് നയന വരച്ചു കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ഉണ്ടല്ലോ, ആ ഡിസൈൻസ് മിക്കവാറും മുക്കാൻ ചാൻസ് ഉണ്ട്. ആര്? അവന്തിക തന്നെ. കാരണം മുത്തശ്ശൻ ആ ഡിസൈൻസ് ഒക്കെ ഒരു പേപ്പറിൽ വരച്ചെടുക്കും. കാരണം ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ നയനയുടെ ഡിസൈൻസിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒരു പരിഹരിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ആ ഡിസൈൻ എങ്ങനെയൊക്കെ ഒന്നും കൂടി മനോഹരമാക്കാവോ ആ രീതിയിലായിരിക്കും മുത്തശ്ശൻ മനോഹരമാക്കുന്നത്. അങ്ങനെ മുത്തശ്ശൻ ആ ഡിസൈനും പിന്നെ കുറച്ച് റെഫറൻസ് ഡിസൈനൊക്കെ കൂടി ചേർത്ത് നല്ലൊരു ഡിസൈൻ വരച്ചെടുക്കണം. ശേഷം ആ ഡിസൈൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് കൊള്ളാം, അടിപൊളി, ഈ പ്രാവശ്യം മത്സരത്തിൽ നമ്മൾ തന്നെ ജയിക്കും എന്നൊക്കെ പറയാണ്. അവന്തിക്കാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് നയന വരച്ചെടുത്തേക്കുന്ന ഡിസൈൻസ് ഒക്കെ ഒന്ന് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഡിസൈൻസ് എങ്ങനെയെങ്കിലൊക്കെ കണ്ടേ പറ്റും. മാളവിക വരച്ച ഡിസൈൻസ് ആണോ നയന വരച്ച ഡിസൈൻസ് ആണോ നല്ലതെന്ന് ഒന്ന് നോക്കണമല്ലോ. ആ കാര്യം അവന്തിക അഭിയെടുത്തും പറയുന്നുണ്ട്. അഭിയേട്ടാ, ആ നയന വരച്ചേക്കുന്ന ഡിസൈന് മുത്തശ്ശന്റെ കയ്യിലുണ്ട്, അനിയേട്ടൻ കൊടുത്തതായിരിക്കും. ആ ഡിസൈൻ നമുക്കൊന്ന് കാണാൻ പറ്റിയാൽ നല്ലതായിരുന്നു. വേറൊന്നുമല്ല, മാളവിക വരച്ച ഡിസൈനാണോ ആ ഡിസൈനോ നല്ലതെന്ന് ഒന്ന് നോക്കണമല്ലോ. അത് കേട്ട് അഭി പറയുന്നുണ്ട്, അതിനെന്താ സംശയം, മാളവിക ഡിസൈൻസ് തന്നെയായിരിക്കും. അതിൽ നയന ഡിസൈൻസ് ഏറ്റവും അടിയിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. ചേട്ടാ, അങ്ങനെ തള്ളിക്കളയൊന്നും വേണ്ട, ആ ഡിസൈൻ കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അഥവാ നയന ഡിസൈൻസ് മാളവിക ഡിസൈൻസിനേക്കാളും മുൻപിലാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് അടിച്ചു മാറ്റിയേ പറ്റൂ. അത് നീ പറ ശരിയാ മോളെ. ആ നയന അങ്ങനത്തെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും. എന്തായാലും ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ അവൾക്ക് എത്രയോ മണിക്കൂറോ ദിവസങ്ങളോ വേണം. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവൾക്ക് ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസം ആ ഡിസൈൻസ് അടിച്ചു മാറ്റിയേ പറ്റൂ. പിന്നെ അധിക സമയമോ മണിക്കൂറോ ഒന്നും ഇല്ലല്ലോ. നമുക്കങ്ങനെ ചതിയിലൂടെ ആ ഡിസൈൻസ് അടിച്ചു മാറ്റി അതിൻ്റെ കൂടെ മാളവിക ഡിസൈൻസും കൂടി വെച്ച് അവർക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് അടിക്കുക. അത് കൊള്ളാം ചേട്ടാ, അത് നല്ല അടിപൊളി ഐഡിയ ആണ്. എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചേട്ടനും അനിയത്തിയും കൂടി ചേർന്നിട്ട് നമ്മുടെ നയന ഡിസൈൻസ് അടിച്ചു മാറ്റാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ അവന്തികയുടെ വിവാഹ നിശ്ചയം മുത്തശ്ശൻ നടത്താൻ വേണ്ടി പോകുകയാണ്. അനി പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല, ഞാൻ അവളെ അനിയത്തിനെ പോലെയാണ് കണ്ടത്, അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയേണ്ടത് ഇത് എൻ്റെ വാക്കാണ്, ഞാൻ അവന്തിക മോൾക്ക് കൊടുത്ത വാക്കാണ്, നീ അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നു, വിവാഹ നിശ്ചയം നടത്തുന്നുള്ളൂ, വിവാഹം കഴിയുന്നില്ല. കാരണം വിവാഹം കഴിയണമെന്നുണ്ടെങ്കിൽ അനാമികയായിട്ടുള്ള ബന്ധം വേർപെടുത്തണമല്ലോ. അതുകൊണ്ട് എന്തായാലും വിവാഹ നിശ്ചയം നടത്തും. നീ എൻ്റെ കൊച്ചുമകനാണെങ്കിൽ അവന്തികയുടെ കയ്യിൽ നീ മോതിരം അണിയിച്ചിരിക്കണം, ഞങ്ങൾ പറയുന്ന മുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പിടിവാശിയായിട്ട് നിൽക്കുക കേട്ടോ. നവ്യക്ക് അനീനെ സഹായിക്കണമെന്നുണ്ട്, അതുകൊണ്ട് തന്നെ നവ്യ തന്നെ അനീനെ സഹായിക്കും, അത് വേറെ കാര്യം. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.